സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്ക്, ശാരീരികമായി കഴിവുള്ള ആളുകൾക്ക് ഹജ്ജ് ചെയ്യാതെ മരിക്കുന്നുവെങ്കിൽ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അത് അല്ലാഹുവിനിക്ക് കൊടുക്കേണ്ട ബാധ്യതയാണ്. ഒരാളൊരു ഖത്ം ഓതാൻ വേണ്ടി നേർച്ചയാക്കി എന്ന് സങ്കല്പിക്കുക. നമുക്കൊക്കെ അറിയാമല്ലോ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ഇത് 3 പ്രാവശ്യം ഒരാൾ ഓതിയാൽ യഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനെ 1/3 കിടപിടിക്കുന്നു. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ഒരു സൂറത്തുൽ ഇഖ്ലാസിനേക്ക് 1/3 പ്രതിഫലമുണ്ടെങ്കിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖത്ം ഓതിയ പ്രതിഫലമുണ്ട് എന്ന് കരുതിയിട്ട് ഖത്ം ഓതാൻ നേർച്ചയാക്കിയാൽ അവിടെ എന്ത് പറ്റില്ല? 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റൂല. കൂലി തന്നെയാണ്, അത് വേറെയാണ്. ഇതേപോലെ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികൾക്ക് സബീല, തടിയാലും മുതലാലും വഴിയാലും കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോവുക എന്നത് വലിയ പ്രയാസം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവൻ ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ മരിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊക്കെ ഹജ്ജിനും ഉംറക്കും പോവേണ്ടതുണ്ട്. അത് നീട്ടിവെക്കരുത്. മരിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അതിലേക്ക് വന്നതുകൊണ്ട് പറയുകയാണ്. നീട്ടിവെക്കാം, മരിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി. പക്ഷെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ലല്ലോ.